പരിശുദ്ധമായ റമളാൻ അർദ്ധപാതി പിന്നിട്ടിരിക്കുന്നു. ഇനി പകുതി ഭാഗം മാത്രമാണ് അള്ളാഹു തൗഫീഖ് ചെയ്താൽ അവശേഷിക്കുന്നത്. സൽക്കർമ്മം ചെയ്യേണ്ടതിൻ്റെ പ്രാധാന്യം ഏറെ ആലോചിക്കേണ്ട സന്ദർഭമാണ്. സൽക്കർമ്മം ചെയ്യേണ്ടതിൻ്റെ വിളഭൂമികയായ വിശുദ്ധ റമളാനിൻ്റെ അർദ്ധപാതിയുടെ ഈ പ്രഭാത സമയം നമ്മുടെ ആലോചന കൂടുതൽ സൽക്കർമ്മം ചെയ്യേണ്ടതിൻ്റെ അനിവാര്യതയെക്കുറിച്ചാണ്. അബ്ദുൽ ബാസിത്ത് ഫൈളി ഇന്ന് നമുക്ക് ഓതിക്കേൾപ്പിച്ചത് മുഅ്മിനൂൻ സൂറത്തിൻ്റെ അവസാന ഭാഗമാണ്. സൽക്കർമ്മത്തിൻ്റെ പ്രാധാന്യമാണ് അതിൽ മുഴുവനും നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത്. ഒരാൾ മരണം ആസന്നമാകുന്നതിനെ കുറിച്ച് മുഅ്മിനൂൻ സൂറത്തിൽ ഇന്ന് നമ്മൾ ഓതിക്കേട്ടു. അങ്ങനെ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾക്ക് മരണം വരുന്നു, അവൻ മരിക്കാൻ അടുക്കുകയാണ്. അസ്റാഈൽ അലൈഹിസ്സലാത്തു വസ്സലാം അവന്റെ റൂഹ് പിടിക്കാൻ അവന്റെ അരികിലെത്തുന്നു. ഖാല, ആ സമയത്ത് അവൻ പറയുകയാണ്, ഇർജിഊൻ, എന്നെ ഒന്ന് ഒരല്പസമയം മടക്കി തരുമോ? ഇർജിഊനി, എന്നെ നിങ്ങളൊന്ന് മടക്കി തരുമോ? ഈ സമയത്ത് എൻ്റെ റൂഹ്, എൻ്റെ ആത്മാവ് നിങ്ങൾ പിടിക്കല്ല. എന്തിനാണെന്നറിയുമോ? ലഅല്ലി അഅ്മലു സ്വാലിഹൻ ഫീമാ തറക്തു, ഞാൻ നഷ്ടപ്പെടുത്തിയ, ഉപേക്ഷിച്ചു പോയ, സമയം കാണാതെ പോയ സൽക്കർമ്മങ്ങൾ എനിക്ക് ചെയ്യാൻ വേണ്ടിയാണ്. നിങ്ങളൊരല്പസമയം എൻ്റെ റൂഹ് പിടിക്കാതെ, എന്നെ മരിപ്പിക്കാതെ നിങ്ങൾ വിട്ടു തന്നാൽ ഞാൻ നഷ്ടപ്പെടുത്തി കളഞ്ഞ സൽക്കർമ്മങ്ങളൊക്കെ ഈ സമയം ഞാൻ ചെയ്തു വെക്കാം എന്ന് മലക്കിനോട് കേണപേക്ഷിക്കുന്ന രംഗത്തെയാണ് ഇന്ന് നമ്മൾ അല്പസമയം മുമ്പ് കേട്ടത്. അള്ളാഹു നമ്മളോട് പറയാണ്, കല്ല, കാര്യം അങ്ങനെയൊന്നുമല്ല കേട്ടോ. ഇന്നഹ കലിമത്തുൻ ഹുവ ഖായിലുഹ, മരണാസന്നനാകുന്ന മനുഷ്യൻ ആ സമയത്ത് വിലപിക്കുന്ന, കേഴുന്ന, അപേക്ഷിക്കുന്ന ആ വാക്കുകൾ കേവലം വാക്കുകൾ മാത്രമാണ്. അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല എന്നർത്ഥം. വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ, വരാനിരിക്കുന്നത് അതിഭീകരമായ സമയങ്ങളാണ് എന്ന് ഖുർആൻ നമ്മളോട് പറയുക. എന്നിട്ട് അതിൻ്റെ അവസാന ഭാഗം അല്ലാഹു ഇങ്ങനെ പറഞ്ഞു വെക്കുന്നു, നിങ്ങളൊന്ന് ഓർത്തുകൊള്ളണം. ഫമൻ സഖുലത് മവാസീനുഹു, ഫമൻ സഖുലത് മവാസീനുഹു, ആരുടെയെങ്കിലുമൊക്കെ കർമ്മ പുസ്തകങ്ങൾ സൽക്കർമ്മം കൊണ്ട് കനം തൂങ്ങിയാൽ ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അയാൾ വിജയിക്കും. സൽക്കർമ്മങ്ങളുടെ വിളഭൂമിയായ റമളാൻ വന്ന് ഉപയോഗപ്പെടുത്തി അവന്റെ കിതാബുണ്ടല്ലോ, അവന്റെ കർമ്മരേഖയുണ്ടല്ലോ, അത് നാളെ ഖനം തൂങ്ങിയാൽ അയാൾ വിജയിക്കും. വമൻ ഖഫ്ഫത് മവാസീനുഹു, അത് കനമില്ലാതെയായി പോയാൽ ഫഉലൈക അല്ലദീന ഖസറു അൻഫുസഹും ഫീ ജഹന്നമ ഖാലിദൂൻ, അവൻ ശാശ്വതമായ നരകത്തിൽ പ്രവേശിതനാവുകയും പരാജിതനാവുകയും ചെയ്യുമെന്ന ഓർമ്മപ്പെടുത്തലാണ് മുഅ്മിനൂൻ സൂറത്തിൽ ഈ പ്രഭാതത്തിൽ നമ്മൾ കേട്ടത്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, വിശുദ്ധമായ ഖുർആനിൽ അംബിയ എന്ന സൂറത്ത് കുറച്ച് ദിവസം മുമ്പ് തറാവീഹിൽ നമ്മൾ കേട്ടതാണ്, ഒരല്പ ദിവസം മുമ്പ്. അതിൽ അംബിയാക്കളെ കുറിച്ചുള്ള ചരിത്രങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ധാരാളം പ്രവാചകന്മാരെ, വളരെ പ്രധാനപ്പെട്ട പ്രവാചകന്മാരെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം ആ സൂറത്തിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട് നമ്മൾ. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം അതിലുണ്ട്. ബഹുമാനപ്പെട്ട ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രമുണ്ട്. നൂഹ് നബിയുടെ ചരിത്രമുണ്ട്. ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം, അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം, അവസാനം സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം. പ്രമുഖരായ അതിശ്രേഷ്ഠരായ പ്രവാചകന്മാരുടെ ചരിത്രം, അവരുടെ ജീവിതവും അവർ അനുഭവിച്ച ത്യാഗങ്ങളും ഒക്കെ നമുക്ക് ആ സൂറത്തിൽ പരിചയപ്പെടുത്തുന്നു. എന്നിട്ട് അവസാനം അല്ലാഹു പറയുകയാണ്, ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത് വയദ്ഊനനാ റഗബൻ വറഹബ. ഈ പ്രവാചകന്മാരുടെ ഒക്കെ പ്രത്യേകത എന്താണെന്നറിയുമോ?
ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്, അവരൊക്കെ സൽക്കർമ്മങ്ങൾ കൊണ്ട് സ്പീഡാക്കിയവരായിരുന്നു. ഒരു സൽക്കർമ്മം കാണുമ്പോൾ നാളെ ചെയ്യാം എന്ന് കരുതാതെ ഉടനെ അതിലേക്ക് സ്പീഡപ്പ് ചെയ്ത മഹാന്മാരായിരുന്നു എന്ന് ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയാണ്. അല്ലാഹു എന്നോടും നിങ്ങളോടും പറയുന്നു, ജീവിതത്തിൽ പ്രതിസന്ധികൾ നിറഞ്ഞ ലോകത്ത് നമ്മൾ ജീവിക്കുന്നു. ആരോഗ്യം, സമ്പത്ത്, കൗടുംബികം, വിഷമങ്ങൾ കൊണ്ട്, പ്രയാസങ്ങൾ കൊണ്ടാണ് നമ്മൾ ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ലാഹു നമ്മോട് പറയുന്നു, മൻ ആമില സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിൻ, നീ ഒരു മുഅ്മിനായി അല്ലാഹുവിന്റെ സൽക്കർമ്മങ്ങൾ ചെയ്തു കൂട്ടിയാൽ ഫലനുഹയ്യന്നഹു ഹയാതൻ ത്വയ്യിബ, ഈ പ്രശ്നങ്ങളൊന്നും നിനക്കുണ്ടാവില്ല, നിനക്ക് ഞാൻ നല്ല ജീവിതം തരുക തന്നെ ചെയ്യും. അല്ലാഹു അങ്ങനെയാണ് പറയുന്നത്. നിങ്ങൾ ഇവിടെ ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്താൽ, വിശ്വാസത്തോടുകൂടി ചെയ്താൽ, ഒരു ആചാരം കണക്കെ അല്ല, പ്രകടനപരതയോടുകൂടിയല്ല, തറാവിയ, അത് തറാവിയാണ്, 20 റക്അത്ത് നിസ്കരിച്ചാൽ കൂലിയാണ്. ആ വിശ്വാസത്തോടുകൂടി സൽക്കർമ്മങ്ങൾ ഒരാൾ ചെയ്താൽ അവനിക്ക് ഈ ലോകത്ത് നല്ല ജീവിതം ഞാൻ കൊടുക്കും. തീർന്നില്ല, വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ, അവൻ കഠിനാധ്വാനം ചെയ്ത അവന്റെ അമലുണ്ടല്ലോ, അതിനേക്കാൾ മുന്തിയ പ്രതിഫലം പാരത്രികമായ ലോകത്ത് നമുക്ക് നൽകുകയും ചെയ്യും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഉറപ്പ് തരികയാണ്. അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഹജ്ജ് സൂറത്തിന്റെ അവസാന ഭാഗം അല്ലാഹു നമ്മളോട് ഉപദേശമായി പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഇർകഉ, നിങ്ങൾ റുകൂഅ് ചെയ്യുക, വസ്ജുദു, നിങ്ങൾ സുജൂദും ചെയ്യുക, വഅബ്ദു റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിന് ആരാധനകൾ അർപ്പിക്കുക, വഫ്അലുൽ ഖൈർ, നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാൻ ശ്രമിക്കുക. നല്ല കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നിസ്കാരവും നോമ്പും ഹജ്ജും സക്കാത്തും മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തിയുള്ള ഏത് വാക്കും ഏത് പ്രവർത്തനവും സൽക്കർമ്മമാണ്, അമലും സ്വാലിഹാണ്. അതൊന്നും നമ്മൾ നിസ്സാരമാക്കരുത്. ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ശൈഅൻ, ഒരു നല്ല കാര്യവും നിങ്ങൾ നിസ്സാരമാക്കരുത്. വലൗ അൻ തൽഖാ ബിവജ്ഹിൻ ഖലീഖിൻ, നീ നിന്റെ സഹോദരനോട് പുഞ്ചിരിക്കുന്നത് പോലും നിനക്ക് സൽക്കർമ്മമാണ് എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രഭാതത്തിൽ നിസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് വരുമ്പോൾ എതിരെ വരുന്ന സഹോദരനോട് ഒന്ന് പുഞ്ചിരിച്ച് കാണിച്ചാൽ അതവന് സൽക്കർമ്മമായി രേഖപ്പെടുത്തും. ഇതൊന്നും നീ നിസ്സാരമാക്കരുത് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം ഹദീസ് പണ്ഡിതനായ ഖതീബ് തിബ്രീസി റളിയല്ലാഹു അൻഹു തന്റെ മിഷ്കാത്തുൽ മസാബിഹ് എന്ന ഗ്രന്ഥം, ആ ഗ്രന്ഥത്തിന്റെ വ്യാഖ്യാനമായ മിർഖാത്തുൽ മഫാത്തിഹിൽ ഒരു ശ്രദ്ധേയമായ സംഭവം എടുത്തുദ്ധരിക്കുന്നുണ്ട്. ഒരു മനുഷ്യൻ മരിക്കുന്നു, ഒരു സത്യവിശ്വാസി മരിക്കുന്നു. അയാൾ പാരത്രികമായ ലോകത്തെത്തുന്നു. അയാളുടെ കാര്യമായ കർമ്മങ്ങളൊന്നുമില്ല. അയാൾ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു സംക്രമം എന്തെങ്കിലുമൊക്കെ എന്റെ രേഖയിൽ ഒന്ന് വന്നിരുന്നെങ്കിൽ, അയാളുടെ തെറ്റും അയാളുടെ ശരിയും രണ്ടും സമാസമത്തിൽ നിൽക്കുകയാണ്. അയാൾക്ക് നരകത്തിലേക്ക് പോവാൻ, ഒരു തിന്മ വന്നാൽ അയാൾ നരകത്തിലേക്ക് പോകും, ഒരു നന്മ കിട്ടിയാൽ അതുവഴി അയാൾ സ്വർഗത്തിലേക്ക് പോകും. നിർണായകമായ ഘട്ടമാണ്. അയാൾ പേടിച്ച് നിൽക്കുകയാണ്. അലിയുൽ ഖാരി റഹ്മത്തുള്ള എടുത്തുദ്ധരിക്കുന്ന സംഭവത്തിൽ പറയുന്നുണ്ട്, പെട്ടെന്ന് അയാളുടെ മുന്നിലേക്ക് ഒരു സഞ്ചി വന്ന് വീഴുമത്രേ. ഒരു സഞ്ചി വന്ന് വീഴുമത്രേ. ആ സഞ്ചി വന്ന് വീണാൽ ആകാംക്ഷയോടുകൂടി അയാൾ ആ സഞ്ചി, ആ പൊതിയെടുത്ത് തുറന്നു നോക്കും. അത് തുറന്നു നോക്കുമ്പോൾ അതിനുള്ളിൽ കുറച്ച് മണ്ണാണ്. ആ മണ്ണ് വഴി അയാൾ സ്വർഗത്തിൽ പോകുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മണ്ണ് ഏതാണെന്ന് അറിയുമോ? അയാൾ ആലോചിച്ചെടുക്കുകയാണ്. ഏതോ ഒരു ദിവസം ഒരു ജനാസയുടെ കൂടെ, ഒരു മയ്യിത്തിന്റെ കൂടെ അയാൾ പോയി. പള്ളിയുടെ മഖ്ബറയിലെത്തി, ഖബറിന്റെ അരികിൽ ചെന്നു. ആ മയ്യിത്തിനെ ഖബറിന്റെ അടിയിലേക്ക് താഴ്ത്തി മേലെ കല്ല് വെച്ച് പിന്നീട് മണ്ണ് വാരിയിടുമല്ലോ. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്റാ. അങ്ങനെ വാരിയിടുമ്പോൾ അയാളും രണ്ട് കയ്യിലും ആ മണ്ണ് വാരി ആ ഖബറിലേക്ക് ഇട്ടു. ഇതൊരു വലിയ നന്മയായി അല്ലാഹു അവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ്.
തൻ്റെ സഹോദരൻ മരിച്ചു വീണപ്പോൾ മുത്ത് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചതനുസരിച്ചുള്ള ഒരു കർമ്മം ചെയ്യാൻ. പലപ്പോഴും നമ്മൾ മാറി നിൽക്കുന്ന കാര്യമാണ്, കയ്യിൽ മണ്ണാവുമെന്ന് കരുതി അതിലൊന്നും വലിയ കാര്യമില്ല എന്ന തരത്തിൽ നമ്മൾ മാറി നിൽക്കുന്നതാണ്. റസൂലുള്ള പറയാണ്, ഒരു നന്മയെയും നിങ്ങൾ, ഒരു സൽക്കർമ്മത്തെയും നിങ്ങൾ നിസ്സാരമാക്കരുത്. മഹാനവറുകൾ ഗ്രന്ഥത്തിൽ എടുത്തുദ്ധരിക്കുകയാണ്, ആ മനുഷ്യൻ അന്ന് തന്റെ സഹോദരന്റെ മേൽ വാരിയിട്ട മണ്ണ് കാരണം സ്വർഗത്തിൽ പോവാൻ അവസരമുണ്ടായി എന്ന് ആ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നു. പ്രിയപ്പെട്ടവരെ, വിശുദ്ധമായ റമദാൻ എന്ന് പറയുന്നത് ധാരാളം നന്മകൾ, ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്തു കൂട്ടാനുള്ളതാണ്. ഒന്നും നഷ്ടപ്പെടുത്തരുത്. പള്ളിയിലേക്ക് വരുമ്പോൾ വലതുകാൽ വെക്കൽ സൽക്കർമ്മമാണ്. അല്ലാഹുമ്മ ഇഫ്തഹ് ലി അബ്വാബ റഹ്മതിക എന്ന് പറയൽ സൽക്കർമ്മമാണ്. ഈ പള്ളിയിൽ ഞാൻ ഇരിക്കുന്നു എന്ന് പറയുന്നത് സൽക്കർമ്മമാണ്. അയാൾ ഞാൻ നിസ്കാരത്തെയാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് നിയ്യത്ത് ചെയ്യുന്നത് സൽക്കർമ്മമാണ്. തിരിച്ചു പോകുമ്പോൾ ഇടതുകാൽ വെക്കുന്നത് സൽക്കർമ്മമാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫദ്ലിക എന്ന് പറയുന്നത് സൽക്കർമ്മമാണ്. തന്റെ സഹോദരനോട് സലാം പറയുന്നതും മുസാഫഹത്ത് ചെയ്യുന്നതും കുശലാന്വേഷണങ്ങൾ നടത്തുന്നതും ഒക്കെ നല്ല നിയ്യത്തിലാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ സൽക്കർമ്മമാണ്. തന്റെ വീട്ടിലെത്തിയാൽ കുടുംബിനിയോട് സലാം പറയുന്നത് സൽക്കർമ്മമാണ്. ഇതെല്ലാം ഒരുമിച്ച് കൂട്ടിയാൽ നാളെ അവന് വലിയ പാരത്രികമായ ജീവിതത്തിൽ അവൻ ചെയ്തതിനേക്കാൾ വലിയ കൂലി കിട്ടുമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളോട് സൂചിപ്പിക്കുകയാണ്. ഒരു സൽക്കർമ്മവും അല്ലാഹു നഷ്ടപ്പെടുത്തുകയില്ല. കഹ്ഫ് സൂറത്തിന്റെ 30-ാമത്തെ സൂക്തത്തിൽ അല്ലാഹു ഇങ്ങനെ പറയുന്നുണ്ട്, ഇന്നാ ലാ നുളീഉ അജ്റ മൻ അഹ്സന അമല. ഇന്നാ ലാ നുളീഉ അജ്റ മൻ അഹ്സന അമല. സൽക്കർമ്മം ചെയ്ത ഒരാളുടെയും പ്രതിഫലത്തെ ഞാൻ നഷ്ടപ്പെടുത്തുകയില്ല എന്ന് അല്ലാഹു കഹ്ഫ് സൂറത്തിൽ നമ്മളോട് ഓഫർ പറയുന്നു. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, പക്ഷെ ഒരു കാര്യമുണ്ട്, സൽക്കർമ്മം ചെയ്യാൻ അല്ലാഹുവിന്റെ തൗഫീഖ് വളരെ പ്രധാനം. തൗഫീഖ് കിട്ടിയവരിൽ ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യാൻ സാധിക്കും. റസൂലുള്ളാഹി ഇങ്ങനെ പറയുന്നുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇദാ അറാദല്ലാഹു ബിഅബ്ദിൻ ഖൈറൻ, അല്ലാഹു തന്റെ അടിമക്ക് സൽക്കർമ്മം ഒരു ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ, തന്റെ അടിമക്ക് അല്ലാഹു ഒരു ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഇസ്തഅമലഹു, അല്ലാഹു അവനെ ഉപയോഗപ്പെടുത്തും. അല്ലാഹു ഒരു അടിമക്ക് ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹു അവനെ ഉപയോഗപ്പെടുത്തും. സ്വഹാബികൾ ചോദിച്ചു, കൈഫ യസ്തഅമിലുഹു യാ റസൂലല്ലാഹ്, എങ്ങനെ അല്ലാഹു ഒരാളെ ഉപയോഗപ്പെടുത്തല്? റസൂലുള്ളാഹി പറഞ്ഞു, യുവഫിഖുഹു ലിഅമലിൻ സ്വാലിഹിൻ ഖബല അൽ-മൗത്ത്, അവന് മരിക്കുന്നതിന്റെ മുമ്പ് ഒരുപാട് സൽക്കർമ്മം ചെയ്യാൻ അല്ലാഹു തൗഫീഖ് കൊടുക്കും. ചില ആളുകളെ നമ്മൾ കണ്ടിട്ടില്ലേ, അവരെപ്പോഴും സൽക്കർമ്മങ്ങളിൽ നിരതരായിരിക്കും. പലതരത്തിൽ ആരാധനാ കർമ്മങ്ങൾ, സാമൂഹ്യ പ്രവർത്തനങ്ങൾ, സംഘടനാ പ്രവർത്തനങ്ങൾ, ദീനി ഖിദ്മത്തുകൾ, രാവിലെ മുതൽ വൈകുന്നേരം വരെ, രാത്രി മുതൽ രാവിലെ വരെ ദീനിന് വേണ്ടി, പള്ളിക്ക് വേണ്ടി, മദ്രസക്ക് വേണ്ടി, കോളേജിന് വേണ്ടി, അങ്ങനെ നിരന്തരം സൽക്രമങ്ങളിൽ നിരതമാകുന്ന എത്രയോ ആളുകൾ, അതൊരു തൗഫീഖാണ്. അത് അല്ലാഹു അവനെ ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നതിന്റെ അടയാളമാണ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സൽക്രമ സമ്പന്നമായി ആളുകളുടെ നാവിൻ തുമ്പിൽ ജീവിച്ചിരിക്കാൻ കഴിയുക എന്നുള്ളത് വലിയ സൗഭാഗ്യമാണ്. രണ്ട് ലോകത്തും നമുക്ക് അല്ലാഹു നൽകുന്ന പ്രതിഫലമാണ്. അതുകൊണ്ട് വിശുദ്ധ റമദാനിന്റെ 15 ദിവസം കഴിയുന്ന ഈ സമയം, വരാൻ പോകുന്ന ദിവസങ്ങൾ അതിപ്രധാനമാണ്. സൽക്കർമ്മങ്ങൾ കൊണ്ട് ഉപയോഗപ്പെടുത്താൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സൽക്കർമ്മ നിരതരാകുന്ന സത്യവിശ്വാസികളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു അവരുടെ സദുദ്ദേശങ്ങളെ പൂർത്തീകരിക്കുമാറാവട്ടെ. ഞങ്ങളുടെ പ്രിയ സ്നേഹിതന്മാർ പല കാര്യങ്ങളും നമ്മളോട് സ്വകാര്യമായി ദുആ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു അവരുടെ മനസ്സിലുള്ള എല്ലാ നല്ല ഉദ്ദേശങ്ങളും പൂർത്തീകരിക്കുമാറാവട്ടെ. അവരുടെ തൊഴിലുകൾ, അവരുടെ കച്ചവടങ്ങൾ, അവരുടെ മറ്റാഗ്രഹങ്ങളെല്ലാം അല്ലാഹു പൂർത്തിയാക്കി കൊടുക്കുമാറാവട്ടെ. ഇന്ന് 2:30 മജ്‌ലിസ് നൂർ നടക്കുന്നുണ്ട്. എല്ലാ ആളുകളും പങ്കെടുക്കണം. നാളെ റമദാൻ 17-ആണ്. പരിശുദ്ധമായ ബദരീങ്ങളെ അനുസ്മരിക്കേണ്ടുന്ന സമയമാണ്. മജ്‌ലിസ് നൂർ ബദരീങ്ങളെ അനുസ്മരിക്കുന്ന സദസ്സാണ്. ഏറ്റവും പ്രാധാന്യമുള്ള സമയമാണ്. നോമ്പ് നോറ്റ് കഠിന ചൂടുള്ള സമയത്ത് അസ്ഹാബുൽ ബദറിനെ പറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ആ മഹാസദസ്സിലേക്ക് ഒരാളും ഒഴിഞ്ഞു പോകാതെ ഇന്ന് 2:30
പങ്കെടുക്കാൻ നിങ്ങൾ ശ്രമിക്കണം. ബഹുനമസ്കാരം കഴിഞ്ഞാൽ നമുക്ക് തുടങ്ങാൻ പറ്റും. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. നാളെയാണ് ബദരീങ്ങളുടെ ആണ്ട്. നമ്മുടെ മഹല്ലത്തിൽ അതിൻ്റെ പരിപാടികൾ, അന്നദാനമടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്നത് നാളെയാണ്. എല്ലാവരും അതിൽ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും സമ്പത്ത് കൊണ്ടും ഒക്കെ സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യണം. സഹായിച്ച ആളുകൾക്കൊക്കെ അള്ളാഹു ഖൈർ പ്രദാനം ചെയ്യുമാറാവട്ടെ. അതിനുവേണ്ടി ഓടി നടക്കുന്ന ആളുകൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.